ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പം അതാണ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണ C++, ജാവ, C# ലാംഗ്വേജിലൊക്കെ കാണുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ്. ക്ലാസ് നമുക്കൊരു ക്ലാസ്സിൻ്റെ പേര് നമുക്കവിടെ സ്പെസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സാധാരണ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൺസ്ട്രക്ടറാണ്. കൺസ്ട്രക്ടറും തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കൺസ്ട്രക്ടറിനെ പറയുന്നത്. കൺസ്ട്രക്ടർ നമുക്കിവിടെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യും. ഇപ്പോൾ കാർ ആണെങ്കിൽ കാറിൻ്റെ നെയിം. സോ ഇവിടെ ഞാൻ നെയിം എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കൊടുക്കുന്നു. അത് നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിലോട്ട് ആഡ് ചെയ്യുന്നത്? ദിസ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു നെയിം. ഇവിടെ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിൻ്റെ വേരിയബിളാണ്. ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ ക്ലാസിൻ്റെ വേരിയബിൾ. പുറത്തുനിന്ന് വരുന്ന വേരിയബിൾ സാധാരണ നെയിം. നമ്മൾ രണ്ടും ഇപ്പോൾ ഒരേപോലത്തെ വേരിയബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ജാവ പഠിച്ചവർക്കൊക്കെ അറിയാം, ദിസ് ഉപയോഗിച്ച് നമുക്കതിനെ തിരിക്കാൻ പറ്റും. സെയിം നെയിമാണ് ക്ലാസ്സിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിളിൻ്റെയും പുറത്തുനിന്ന് വരുന്ന ഒരു പാരാമീറ്ററിൻ്റെ നെയിം ഒന്നാണെങ്കിൽ നമുക്ക് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ദിസ് മീൻസ് കാർ ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു നമ്മൾക്ക് പാരാമീറ്ററായിട്ട് വരുന്ന നെയിം. സോ കൺസ്ട്രക്ടർ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് സാധാരണ നമ്മൾ ഫംഗ്ഷൻ അല്ല നമ്മൾ പറയുന്നത് മെമ്പർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് പറയും. അതായത് ഒരു വാല്യൂ ഗെറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനുമായിട്ടുള്ള ഫംഗ്ഷനുകളാണ് ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് കൺസ്ട്രക്ടർ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഗെറ്ററും സെറ്ററും ക്രിയേറ്റ് ചെയ്യാം. സോ ഗെറ്റ് നമ്മൾ വയ്ക്കുമ്പോൾ ഗെറ്റ് നെയിം കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് റിട്ടേൺ കൊടുക്കാം. റിട്ടേൺ ദിസ് ഡോട്ട് നെയിം. ഗെറ്റർ ഇത്രയും മതി. നമുക്ക് സെറ്റർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അത് സെറ്റ് നെയിം. അവിടെ നമുക്കൊരു പാരാമീറ്റർ നെയിം ആക്സെപ്റ്റ് ചെയ്യണം പുറത്തുനിന്ന്. അതായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം ദിസ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു നെയിം. സോ ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ടറും ഗെറ്ററും സെറ്ററും നമുക്ക് ക്രിയേറ്റ് ചെയ്തു. ഈ വാല്യൂസ് നമുക്കൊരു ഇത് വെച്ചിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ലെറ്റ് മൈ കാർ ഈക്വൽസ് ന്യൂ കാർ. ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നു. ഫോർഡ്. നമുക്കിവിടെ അതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് മൈ കാർ ഡോട്ട് ഗെറ്റ് നെയിം. ഒന്ന് സേവ് ചെയ്യുക. നമ്മുടെ ബ്രൗസറിലോട്ട് നമുക്കിതിനെ ഒന്ന് കൊണ്ടുവരാം. ഇവിടെ നമുക്ക് ഫോർഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഫയൽ തന്നെയാണ് ഇവിടെ ബ്രൗസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ആ വാല്യൂ ഒന്ന് മാറ്റി നോക്കാം. നമുക്കതിനായിട്ട് ചെയ്യേണ്ടത് മൈ കാർ ഡോട്ട് സെറ്റ് നെയിം. ഇവിടെ നമുക്ക് പുതിയൊരു പേര് കൊടുക്കാം. അപ്പം സുസുക്കി എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ആ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് വെച്ചിട്ട് പുതിയ പേരൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ സുസുക്കിയായി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.